19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന നെഹ്റു ട്രോഫി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ TVയും കുട്ടനാട്ടെ നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ഒരു മെയ്യോടുകൂടി, ഒരു മനസ്സോടുകൂടി, ഒരു കണ്ണോടുകൂടി ഈ വള്ളംകളി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വള്ളംകളി സംരക്ഷണ സമിതി വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. ഒടുവിൽ കുട്ടനാടിന്റെ ഹൃദയമറിഞ്ഞ് സർക്കാർ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനിച്ച വിവരം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു. ഈ ഇത്തവണത്തെ 70ാമത്തെ വള്ളംകളി നമുക്ക് കെങ്കേമമാക്കണം. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ ഈ കൈനകരിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, എനിക്ക് പിന്നിൽ മനോഹരമായ ഈ കായൽ കാണാം. ഈ വട്ടക്കായൽ, മീനപ്പള്ളി വട്ടക്കായൽ എന്നാണ് ഇതിന് പറയുക. ഇവിടെയാണ് 2ാമത് നെഹ്റു ട്രോഫി. അന്ന് നെഹ്റു ട്രോഫി അല്ല, അന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് 1954 വള്ളംകളി നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് 1952 വേമ്പനാട്ട് കായലിൽ നെഹ്റു വരുന്നതും നെഹ്റു വന്ന് മത്സരം കാണുന്നതുമെല്ലാം. അവിടെ മുതൽ തുടങ്ങിയ വലിയ ചരിത്രമാണ്, കുട്ടനാടിൻ്റെ ജീവിതമാണ്, കുട്ടനാടിൻ്റെ ജീവിത സ്പന്ദനമാണ് ഈ തുഴയും ഈ വഞ്ചിപ്പാട്ടും ഈ വള്ളംകളി മത്സരമെല്ലാം. അതൊരിക്കലും മുടങ്ങാൻ ആ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല. ആ സർക്കാർ ഒപ്പം നിന്നു. ഒടുവിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഉദ്ഘാടനമാവുന്നു. 66 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരൊന്ന് കാണൂ. കുറേ കലാകാരന്മാർ നമുക്കൊപ്പമുണ്ട്. നമ്മൾ ആ സ്ഥലത്തേക്ക് കൂടി പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടി നടക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ യാത്ര. എന്താ പേര്? എൻ്റെ പേര് പ്രജിത്ത്. ഈ സ്വീകരണം എന്തിനു വേണ്ടിയാണ്? ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് വേണ്ടിയാണോ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണോ? ഇത് നെഹ്റു ട്രോഫി നടത്താൻ റിപ്പോർട്ടർ ചാനൽ എടുത്ത ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഇന്നിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പേ നമ്മൾ മിനിസ്റ്ററെ കണ്ടിരുന്നു. മിനിസ്റ്ററെ കണ്ട് നമ്മൾ നിവേദനം നൽകി. അദ്ദേഹത്തോട് നമ്മൾ എന്തുകൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. മാത്രമല്ല, ഞാനിവിടെ വന്നിറങ്ങിയ നിമിഷം മുതലുള്ള ഏറ്റവും കൂടുതലുള്ള കമന്റുകൾ, ഈ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? ആ വാർത്തയും അങ്ങനെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു. സന്തോഷമായി ലഭിച്ച സന്തോഷത്തിൽ 2 വരി ഒന്ന് പാടിയാലോ? അതായത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊപ്പം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടിയുണ്ട്. ആ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കൂടി സന്തോഷം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തകർക്കും. ബേബിച്ചന്റെ വക ഒരു പാട്ടുണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഹരികുമാർ സാറേ ഇങ്ങോട്ട് വന്നാട്ടെ. അപ്പോൾ ഈ സന്തോഷ വാർത്തയിൽ കുട്ടനാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നു. റിപ്പോർട്ടർ TVക്കൊപ്പം ഇവിടെ ചില കലാപരിപാടികളുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇതൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്നപ്പോൾ ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ടോ? അതായത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടരുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് തെയ്യമുണ്ട്, തെയ്യം കലാകാരനുണ്ട്, തനത് വാമൊഴിക്കൂട്ടം നമുക്കൊപ്പമുണ്ട്. കാവാലത്തെ തനത് വാമൊഴിക്കൂട്ടമാണ്. തനത് വാമൊഴിക്കൂട്ടം എന്നാണ് പറയുക. കാവാലത്തെ കലാകാരന്മാരുണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്. എന്താ പേര്? എന്റെ പേര് അജേഷ്. തെയ്യത്തിന്റെ പേരെന്താ? സന്തോഷ് കാവാലം. സന്തോഷ് കാവാലമാണ് നമ്മുടെ തെയ്യം. അജേഷ് കാവാലം. അജേഷ് കാവാലം. ശ്യാം കാവാലം. സാം കാവാലം. വിജേഷ് നാരായണൻ. ഓക്കെ. പ്രമോദ് കാവാലം. പ്രമോദ് കാവാലം. ബിനു ചമ്പക്കുളം. ബിനു ചമ്പക്കുളം. പ്രദീപ് മങ്കമ്പ്. ഓക്കെ. പ്രദീപ് മങ്കമ്പ്. ഞാൻ അരുൺകുമാർ, റിപ്പോർട്ടർ. അപ്പോൾ നമ്മളുടെ കാവാലത്തിന്റെ തനത് വാമൊഴിക്കൂട്ടമാണ്. പ്രേക്ഷകരുടെ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ CBL അനുവദിച്ച നെഹ്റു ട്രോഫി വള്ളംകളി അനുവദിച്ച സർക്കാരിന് കൂടി വേണ്ടി കനടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി അകട്ടുവള്ളങ്ങൾ നിരന്നേ ദയ്യാദിനും ദിനും താരോ കയ്യാദിനും ദിനും താരോ കയ്യാദിനും ദിനും താരോ അകദയ്യത്തിനും ദിനും താരോ കുട്ടനാടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി അകട്ടുവള്ളങ്ങൾ നിരന്നേ ദയ്യാദിനും ദിനും താരോ കയ്യാദിനും ദിനും താരോ ദയ്യത്തിനും ദിനും താരോ കാവാലത്തപ്പന്റെ നാട്ടിൽ ശ്രീലകം വാഴുന്ന കോവിൽ കോവില് ചുറ്റിപ്പറക്കും എന്റെ അമ്പലപ്രാവുകളെ ദയ്യാദിനും ദിനും താരോ ദയ്യാദിനും ദിനും താരോ ദയ്യാദിനും ദിനും താരോ അകദയ്യത്തിനും ദിനും താരോ അടി കുട്ടനാടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി അകട്ടുവള്ളങ്ങൾ നിരന്നേ അതാണ്. അതെങ്ങനെയാണ് ആ വിദ്യ എന്ന് മനസ്സിലായില്ല. അത് കൊള്ളാം, സംഭവം പൊളിച്ചു അല്ലേ? അപ്പൊ കനേരി ചേട്ടാ, കൈനകരി വിജയൻ ചേട്ടൻ ഇവിടുത്തെ ഈ വള്ളംകളിയുടെ ചരിത്രവും അതിന്റെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ ഹരികുമാർ സാറിനെ പോലെ അറിയാവുന്ന ആളാണ് അല്ലേ? അപ്പൊ ഇത്തവണ വലിയ സന്തോഷമുണ്ട്. CBL വരുന്നു, നെഹ്റു ട്രോഫി വരുന്നു. കുട്ടനാട് ആകെ സന്തോഷത്തിലാണ്. ഒരു സന്തോഷമുള്ള ജനത ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ അറിയിപ്പിൽ. ഇതിന് മുൻകൈയെടുത്ത റിപ്പോർട്ടർ ചാനലിന് 1000 അഭിനന്ദനങ്ങൾ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിജയൻ ചേട്ടാ. സത്യസന്ധമായി പറഞ്ഞാലേ ഈ വയനാട്ടിലൊക്കെ പോയി നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും ഞങ്ങൾ
താങ്കളുടെ വാർത്താ ഗ്രൂപ്പിൽ നിന്നവരൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട നിമിഷമായിരുന്നു. ഒടുവിൽ സ്തുതിയുടെ വാർത്തയൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഈ സങ്കടം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോഴാണ് ഈ ബോട്ട് ശരിയാണ് മാറ്റി വെച്ചു, ആ സമയത്ത് നമുക്ക് പറ്റത്തില്ല, ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണല്ലോ നടക്കേണ്ടത്. പക്ഷേ അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്കിത് ആലോചിച്ചുകൂടെ എന്നെല്ലാവരും കൂടി ആലോചിച്ചു. എന്തായാലും മന്ത്രി ഇത് സമ്മതിച്ചു. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആ ഒരു മൂടൊക്കെ അങ്ങോട്ട് പെതുക്കെ മാറി. അല്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടമാണ് ഓരോ ക്ലബ്ബുകൾക്കും ഉണ്ടാകുന്നത്. ഈ വള്ളംകളി നടത്തി അതോടൊപ്പം തന്നെ പുതിയ CBL വരാൻ പോകുന്നു. ഈ CBLന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്ലബ്ബുകളെല്ലാം ഈ ഒരുപാട് സാമ്പത്തികം മുടക്കി ട്രയലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില്ലാന്ന് പറഞ്ഞപ്പോൾ നെഞ്ചു തകർന്നു. അതായത് CBL വർഷം സത്യത്തിൽ ഈ ഇത്തവണ ഈ വള്ളംകളി നടന്നില്ലായിരുന്നെങ്കിൽ അടുത്ത വർഷം ഒരൊറ്റ ബോട്ട് ക്ലബ്ബുകളും വരില്ലായിരുന്നു എന്നുള്ള സത്യം. അതില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാടിന്റെ സാംസ്കാരിക ജീവിതം നിശ്ചലമായി പോയത്. എന്നാലും സർക്കാർ ഉചിതമായ സമയത്ത് ആ ഉചിതമായ തീരുമാനം എടുത്തു എന്നതാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ വള്ളവും വെള്ളവും, അതാണ് കുട്ടനാട്. വള്ളം വെള്ളം പിന്നെ വെള്ളം ആ വെള്ളമല്ല അല്ലേ? പക്ഷേ ഇവിടുത്തെ ആ വെള്ളവും കുട്ടനാട്ടിലെ കള്ള് വലിയ ഫേമസാ അല്ലേ? ഫേമസ് ആണ്. കരിമീനും കള്ളും വളരെ പക്ഷേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിയമപ്രകാരം മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നു. കാര്യം കുട്ടികളടക്കമുള്ള ഒരു പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കള്ളു കുടിച്ചില്ലെങ്കിൽ കരിമീൻ കഴിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. കുട്ടനാട്ടിലെ കരിമീൻ എടുത്തുണ്ടല്ലോ, അഷ്ടമുടി കരിമീനാ നല്ലത് അഷ്ടമുടിക്കാർ പറയും, പക്ഷേ കുട്ടനാട്ടുകാർ പറയും കുട്ടനാട്ടെ കരിമീനാ നല്ലത് അല്ലേ? പക്ഷേ എന്തായാലും ഹൗസ് ബോട്ടിൽ വെച്ച് മനോഹരമായ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ കരിമീനൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇത് കാണാൻ വരിക. വള്ളംകളിക്ക് നിങ്ങൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ കുട്ടനാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തോളൂ. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ, മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾ വരിക. രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിഞ്ഞിട്ട് പോവാം അല്ലേ? റൂമൊന്നും എടുക്കണമെന്നില്ല. വന്ന് രാവിലെ വന്ന് കാണുക, പോവുക അല്ലേ? അപ്പോൾ നെഹ്റു ബോട്ട് റേസിന് വേണ്ടി നമ്മൾ റിപ്പോർട്ടറും കൂടി ഒരു സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നടത്തുന്നത്. അതിനോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടിയുള്ളത് CBL നടക്കുന്നു എന്നുള്ളതാണ്. ആ സന്തോഷ വാർത്തയ്ക്കൊപ്പം ഒരു പാട്ടുകാരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വന്നാട്ടെ, നമ്മുടെ പാട്ടുകാരുടെ പേര് ലൈസ ജോണി. ലൈസ ജോണി എവിടെ സ്വദേശം? ചങ്ങനാശ്ശേരിയാണ് ജന്മദേശം. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. തൃശ്ശൂരിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി കുട്ടനാട് വള്ളംകളിയൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഏത് ക്ലബ്ബാണ് ഇഷ്ടം? കാരിച്ചാലാണോ ഇഷ്ടം? അത് ചുണ്ടൻ കാരിച്ചാലാണോ നടുഭാഗമാണോ? അത് ഏത് ക്ലബ്ബ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരിച്ചാൽ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ക്ലബിനോടൊപ്പം നിന്നു പാട്ടുകാരി. 15 തവണയാ അല്ലേ? സേഫാണ്. നമുക്ക് പിന്നെ സാർ പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് പാടാം, പക്ഷെ നാടൻ പാട്ടായിരിക്കും. വായ്മൊഴിക്കൂട്ടമുണ്ട്, അവരതിന് താളം ഇടും. ബേബിച്ചന്റെ പാട്ട്. അതെ, ബേബിച്ചന്റെ പാട്ട്, കാവാലം തനത് വായ്മൊഴിക്കൂട്ടത്തിന്റെ താളം. ശരി, അവരുടെ കൂടെ കണ്ണാടി താഴെ. അപ്പോൾ ഇവിടെ ഏത് മേഖലയിലും പിന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ പറ്റി ഒരു പാട്ട് പാടാം. ഓക്കെ, റെഡിയാണല്ലോ? അതെ, പാടുമല്ലോ. റെഡി, പാടിക്കൂ. എന്തെന്നാ? റെഡി. ഓക്കെ. അതിന്റെ വായ്ത്താരി ഇങ്ങനെ നന്നായിട്ട് സഹകരിച്ചാണ്. അത്തിനെന്താവും തൈ തൈ തിനുന്താരേ തൈ തൈ, അത്തിനെന്താവും തൈ തൈ തിനുന്താരേ തൈ. തെക്ക് തെക്കേ തൈ ചെന്നൊരു പെണ്ണു കണ്ടേ തൈ തൈ, അത്തിനെന്താവും തൈ തൈ തിരുന്താരേ തൈ തൈ. അത്തിനെന്താവും നെറ്റ് കണ്ടാൽ തൈ വില്ലുകുലച്ച പോലെ തൈ തൈ, അത്തിനെന്താവും തൈ തൈ തിരുന്താരേ തൈ തൈ. കണ്ണ് കണ്ടാൽ തൈ കണ്ണാടി മിന്നും പോലെ തൈ തൈ, അത്തിനെന്താവും തൈ തൈ തിരുന്താരേ തൈ തൈ. ഗംഭീരമായി. അപ്പോ തനത് വായ്മൊഴിക്കൂട്ടത്തിന്റെ പാട്ട്, ബേബിച്ചന്റെ പാട്ട്, കുട്ടനാടിന്റെ ആവേശം, വഞ്ചിപ്പാട്ട്, താളം, ആവേശം, ഇതെല്ലാം മുറ്റി നിൽക്കുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടി പുന്നമടക്കായലിനെ തീപിടിപ്പിക്കാൻ ശരരാജാക്കന്മാർ നീറ്റിലിറങ്ങാൻ പോകുന്നു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ട്രോഫി നേടിയ വിയപുരം ചുണ്ടനാണോ ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത്? 15 തവണ കപ്പടിച്ച കാരിച്ചാൽ ചുണ്ടനാണോ? കഴിഞ്ഞ തവണ വിയപുരത്തിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച
PVC അല്ലേ PVC ഇത്തവണ കാരിച്ചാലിന് വേണ്ടിയാണ് തുഴയെറിയാൻ പോകുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ചുണക്കുട്ടികളും UBC കൈനഗരിയും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയവരെല്ലാവരും മത്സരത്തിൽ വാശിയേറി മത്സരിക്കാൻ പോവുകയാണ്.